അച്ഛന്റെ കടയിൽ പോവാണ് പോത്തുകല്ല് പോവാണ് അച്ഛന്റെ കടയിൽ പോവാണ് പാട്ട് പഠിക്ക ആ പാർലറും ഒന്ന് തുറന്നിട്ടുണ്ടോ നോക്കണം. മനുഷ്യൻ വരൂല. കാരണം എന്താ വെച്ചാല് പെരുന്നാളിന് വേറെ ഒന്നിനൊരു പ്രാധാന്യമില്ല. അത് തുറക്കുന്നു. അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ വാങ്ങുള്ളൂ. ബാക്കി തന്നെ വാങ്ങി. എല്ലാ കടയും ക്ലോസ്. ഇവിടെ വിജയേട്ടനാണ് വന്നത്. ഏട്ടൻ ഇവിടെ അടുത്തൊരു കട ഉണ്ട്, അപ്പൊ അങ്ങോട്ടേക്ക് പോയതാണ്. അപ്പൊ ഞാനും നമ്മ കാറിലിരിക്കാണ്. ഏട്ടപ്പ് വരും അല്ലേ നമൂസേ? അച്ഛ എവിടെ പോയി? അച്ഛന് ആന്റിക്കൊരു വന്ന ഞങ്ങള് വീട്ടിൽ നിന്ന് പോത്തുകല്ലിക്ക് ഒരു 10 മിനിറ്റ് ദൂരം ഉണ്ട് കേട്ടോ. ഞങ്ങള് അവിടുന്ന് അപ്പൊ നമ്മൾ എന്ത് സാധനം വാങ്ങാണ്ടെങ്കിലും പോത്തുകല്ല് വന്നിട്ടാ മേടിക്കുക. പോത്തുകല്ലും നെട്ടിക്കുളത്തും ഉണ്ട് അത്യാവശ്യം കടകൾ. പോത്തുകല്ലും ഉണ്ട്. പോത്തുകല്ലാണ് നമ്മളെ കട. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിക്കുക. സൂപ്പർ മാർക്കറ്റ് കയറിയിട്ടും അതേപോലെ പച്ചക്കറികളും അങ്ങനത്തെ ഒക്കെ നമ്മൾ പോത്തുകല്ലിൽ മേടിക്കുക. ഈ കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നുണ്ട് ഞങ്ങൾ പണ്ട് മുതലേ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇപ്പോൾ അവിടെ പുതിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിക്കും, ഇവിടുന്ന് മേടിക്കും. പക്ഷെ ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന ടൈമിൽ കോളേജ് കഴിഞ്ഞ് വന്ന സാധനമൊക്കെ മേടിക്കാൻ പോണ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ അത്. ഇന്ന് ഓപ്പൺ അല്ല. നമുക്ക് ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള ആളാണ്. പണ്ടൊക്കെ സ്കൂളിലേക്കൊക്കെ നടന്നു പോയിരുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് കൂടെ നമ്മൾ തോണി ഉണ്ടായിരുന്നു പുഴയിൽ. അപ്പോൾ തോണിയിൽ കയറി ഇതുവഴിയൊക്കെ നടന്നു പോവായിരുന്നു. മഴക്കാലത്ത് ഇത് കൂടെ നെട്ടിക്കുളത്ത് കൂടെ വരുമായിരുന്നു. നെട്ടിക്കുളത്ത് കൂടെ നല്ല ദൂരമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വെള്ളം കുറഞ്ഞാൽ ഇത് കൂടെ ഇറങ്ങി നടക്കുന്നതാണ് സുഖം. പോത്തുകല്ല് വഴി അങ്ങനെ ഒരു കടവുണ്ട്. അത് കൂടെ ഇറങ്ങി കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ. നമ്മൾ മുട്ടിൻ്റെ താഴെ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് അത് കൂടെ നടക്കണമെങ്കിൽ കുറച്ച് ദൂരമേ ഉള്ളൂ. അല്ലെങ്കിൽ അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിൽ തോണി ഉണ്ടാവും, അല്ലെങ്കിൽ തോണി ഉണ്ടാവില്ല. തോണി ഇല്ലാത്തപ്പോൾ വെള്ളം കുറഞ്ഞാൽ തോണി പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ നടന്നു പോവും. വെള്ളം കൂടിയാൽ തോണി ഇറക്കും. അപ്പോൾ പിന്നെ നമ്മൾ തോണിയിലായിരിക്കും പോവുക കുറച്ച് ദൂരം. പിന്നെ വേനൽക്കാലമായ ചെറിയൊരു പാലിടും. അങ്ങനെയൊക്കെ ആയിരുന്നു പോത്തുകല്ല് ഭാഗത്ത്. പിന്നെ നെട്ടിക്കുളത്ത് പാലം വന്നപ്പോൾ പിന്നെ നെട്ടിക്കുളത്ത് കൂടിയായി. നെട്ടിക്കുളത്ത് കൂടെ പക്ഷേ വണ്ടിയിൽ പോരണം കേട്ടോ. നടന്നു പോരാനാണെന്നുണ്ടെങ്കിൽ 2 കിലോമീറ്റർ ഉണ്ട്. അപ്പം നടന്ന് പോരാറുണ്ട്. ഞങ്ങൾ സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ നടന്ന് പോരുമായിരുന്നു. ഞാൻ +2 ഒക്കെ പഠിക്കുമ്പോൾ നടന്നു പോരുമായിരുന്നു. ഞാനും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. സ്നേഹ, മുഫീദ, ഞങ്ങളൊക്കെ നടന്നു വരും. നല്ല രസമാണ് എല്ലാവരും കൂടെ നടന്ന് സംസാരിക്കാനൊക്കെ. അപ്പം അങ്ങനെ ഞാനും ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ നടന്ന് ഒരുപാട് ദൂരം നടന്നാണ് കേട്ടോ സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. അന്നൊന്നും ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷെ നമുക്ക് അങ്ങോട്ട് ആ റൂട്ട് ബസ്സുണ്ട്. ഭൂതാനം ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം ബസ് നിർത്തും. ഡിഗ്രി ലാസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ബസ് വന്നു. അതുവരെയൊക്കെ നമ്മളിങ്ങനെ നടന്ന്. പിന്നെ എനിക്ക് സ്കൂട്ടി ഉണ്ടായിരുന്നു. സ്കൂട്ടിയിൽ എൻ്റെ ചെറിയേട്ടൻ കൊണ്ടാക്കും നെട്ടിക്കുളം വരെ. അങ്ങനെ അല്ലെങ്കിൽ ഓട്ടോ പോകുന്നുണ്ടാവും. ആ ഓട്ടോയിൽ കയറിപ്പോവും. നമ്മൾ ഓട്ടോ വിളിച്ച് പോകാറില്ല. എന്നും ഓട്ടോ വിളിച്ച് പോലെ നടക്കില്ല. അപ്പം ഇങ്ങനെ ഒരാളെ കൊണ്ടുപോയി തിരിച്ചു പോണ ഓട്ടോ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് പോവാണെങ്കിൽ 10 രൂപ കൊടുത്താൽ മതി. അപ്പം നമ്മൾ അതിന് പോവായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചേട്ടനോ ആരെങ്കിലുമൊക്കെ
ഉണ്ടാവും. ഏട്ടൻ ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് ഏട്ടനെ അങ്ങനെ കൊണ്ടാക്കി തന്നിട്ടില്ല. കണ്ണന് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കണ്ണനിവിടെ ബാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു നിലമ്പൂർ ഇസാഫിൽ വർക്ക് ചെയ്യായിരുന്നു. ആ ടൈമിൽ എന്നെ കോളേജിലാക്കും. കണ്ണൻ പോണ ടൈമിനാണെന്നുണ്ടെങ്കിൽ ഞാൻ റെഡി ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കണ്ണൻ എന്നെ കോളേജിലാക്കിയിട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ബസ് കയറി പോവും. മിക്കവാറും കണ്ണൻ തന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ കുറേ എന്നെ കണ്ണൻ കോളേജിലേക്ക് ആക്കി തരുമായിരുന്നു. കണ്ണൻ എന്ന് പറയുന്നത് ചെറിയേട്ടൻ കോളേജിലേക്ക് ആക്കി തരും. അങ്ങനെയായിരുന്നു. ഇത് പാട്ടാണ് കേട്ടോ. ഭയങ്കര പാട്ടുകാരിയാണ്. പാട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പാടും. ഓരോ പാട്ട് പാടാൻ ഒരു മൂഡ് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ പാടുകയാണ് കേട്ടോ. വീഡിയോ എടുക്കണമൊന്നും ശ്രദ്ധിക്കണില്ല. ആന്റീനെ വിളിച്ചേ. എങ്ങനെ ആന്റീനെ വിളിക്കാം? എന്താ ആന്റീനെ വിളിക്കാം? ആന്റീന്റെ പേരെന്താ? ആ പറ. ആന്റീന്റെ പേര് പറഞ്ഞു കൊടുക്ക. നല്ല കുട്ടിയായിട്ട് പറ. അച്ഛനിക്കൊരു ഉമ്മ വരുമോ? അതെന്താ? എന്താണ് ഇതിൽ നോക്കി പറ. എന്താണ് ഇതെന്താ? ലിപ്സ്റ്റിക്കാ? ലിപ്സ്റ്റിക്ക് നമ്മസിന് വേണോ? ഇവക്ക് ലിപ്സ്റ്റിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാറുണ്ട് കേട്ടോ ഒരുങ്ങുമ്പോ. ഞാൻ ഇട്ട് കൊടുക്കാറില്ല. നമുക്ക് മുതിർന്നവർക്ക് ഇടാൻ പറ്റില്ല ഇല്ലേ? നമ്മൾ പിന്നെ എന്തായാലും ഇടുമല്ലോ. അവക്ക് ഞാൻ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ഒരുങ്ങിയത് ആരാ ഒരുക്കി തന്നെ? അമ്മ. ആ മുടി കെട്ടിയത് കാണിച്ചു കൊടുത്തേ. നല്ല ഭംഗിയിലെ മുടി കെട്ടിയിട്ടുണ്ട് കേട്ടോ. തല കാണിക്കും. ഇതാരാ ഡ്രസ്സ് എടുത്ത് തന്നെ? ഈ ഡ്രസ്സ് ആരാ എടുത്ത് തന്നെ? ആരാ പറ? മോച്ചാന്റിയാ? മോൻചാന്റി എന്ന് പറയുന്ന ചേച്ചീനെ ഉണ്ടോ? മോനിഷേനെ പറയണ മോൻചാന്റി എന്നാ പറയാ. എന്നെ അച്ഛാന്റി. പക്ഷെ ഓക്കെ എപ്പോഴും മാറിപ്പോവും. എന്നെയും ചേച്ചീനെയും മോൻചാന്റിന്നാ വിളിക്കുക. ഇത്രയും കാലമായിട്ട് ഓക്ക് അറിയില്ല ഇതേതാണ്ടിയാണ്. കഴിഞ്ഞ തവണ വന്നപ്പോ നല്ല മഴയും ഇത്തവണ വന്നപ്പോ നല്ല വെയിലും. ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇപ്പൊ കാറിലായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണം. സ്കൂട്ടിയിലാണെങ്കിൽ ഇങ്ങനെ ആവില്ലല്ലേ മാമി? നല്ല ചൂടാണ് പുറത്ത്. ഇപ്പൊ ഏട്ടൻ AC ഓൺ ആക്കിയിട്ടാ പോയാണ്. അതുകൊണ്ട് നല്ല സുഖമുണ്ട്. കടയിലെത്തി. എന്ത് ഇതാണ് ആനേന്റെ പോലെ? ആനേന്റെ എന്ത്? നെറ്റിപ്പട്ടം അല്ലേ? ഇവിടെ കിളികൾക്കുള്ളൊരു പാത്രമുണ്ട്. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ ഞങ്ങളെ കടേൻ്റെ ഓണറാണ് മമ്മി. പൂജാ സ്റ്റോർ, ഒരു വൈദ്യശാല. ഇറങ്ങാം.
അത് പൊട്ടിക്കട്ടെ. ഇതെന്താ മാമി? ഇതെന്താ? മുട്ടായി തിന്നൂല ആവുന്നത്. ഇതാണ് കേട്ടോ പനങ്കയം പാലം. ഈ പാലം 2010 ഈ പാലം നിർമ്മിച്ചത്. അതുവരെ ഇവിടെ തോണിയായിരുന്നു കേട്ടോ, ഈ പാലം ഉണ്ടായിരുന്നില്ല. മഴക്കാലത്തൊക്കെ തോണിയായിരുന്നു. ഇവിടെ അല്ല തോണിക്കടവ്, താഴെയാണ്. ഞങ്ങൾ ഈ തോണിക്കടവ് കൂടെ അല്ല പോയിട്ടുണ്ടായിരുന്നത്, പോത്തുകൽ തോണിക്കടവ് ഉണ്ടായിരുന്നു. പനങ്കയം ജംഗ്ഷൻ